നമ്മൾ നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെ റീപ്ലേ ചെയ്തുകൊണ്ടും ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടും ജീവിതം യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഇടം നഷ്ടപ്പെടുത്തുന്നു. അത് ഈയൊരു നിമിഷമാണ്. ഈയൊരു നിമിഷത്തിലാണ്, പ്രസൻറ്റ് മോമെൻറ്റിലാണ് ഹീലിങ്ങും ആനന്ദവും വ്യക്തതയും കുടികൊള്ളുന്നത്. നമ്മൾ നമ്മുടെ ശ്രദ്ധയെ ഈയൊരു നിമിഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ബഹളങ്ങൾ നിശബ്ദമാകുന്നു, ശ്വസനം ആഴമുള്ളതാകുന്നു, നമ്മൾ സുരക്ഷിതരാണെന്ന് തിരിച്ചറിയുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്ന നിശ്ചലതയെ അനുഭവിക്കാൻ പോകുന്നു. അത് നമുക്ക് എപ്പോഴും അവൈലബിളായ, ലഭ്യമായ ഒരിടമാണ്. ചുറ്റും എന്തു തന്നെ സംഭവിച്ചാലും നമുക്ക് പ്രാക്ടീസിലേക്ക് കടക്കാം. ഇനി സ്വസ്ഥമായിരുന്ന് കണ്ണുകൾ അടയ്ക്കാം. ശ്വസനത്തെ മാത്രം ശ്രദ്ധിക്കാം. ഇനി സാവധാനത്തിൽ ഒരു ശ്വാസമെടുക്കാം. ഇനി മനസ്സിൽ പറയാം, ഞാൻ ഇവിടെയായിരിക്കാൻ, ഈ ഒരു നിമിഷത്തിലായിരിക്കാൻ തീരുമാനമെടുക്കുന്നു. ഇനി നിങ്ങൾ നിങ്ങളുടെ അവബോധത്തിൻ്റെ നടുവിലിരിക്കുന്നതായി സങ്കൽപ്പിക്കാം. ഒരുപക്ഷെ ഒരു വൃത്തത്തിൻ്റെ നടുവിൽ ഇരിക്കുന്നതായി കാണാം. മറ്റെല്ലാ കാര്യങ്ങളും, ചിന്തകൾ, സ്വരങ്ങൾ, അനുഭൂതികൾ എല്ലാം നിങ്ങളുടെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒന്നും നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതില്ല. അവയെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. നിങ്ങളുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യത്തെയും ഇനി ലേബൽ ചെയ്യാം, പേരെടുത്ത് പറയാം. അവയെ വിശകലനമൊന്നും ചെയ്യാതെ. ഉദാഹരണമായി, ഈ ഒരു കാര്യം ചെയ്തു തീർക്കണം എന്ന ചിന്ത വരുമ്പോൾ ചിന്ത എന്ന ലേബൽ കൊടുക്കാം. ഒരു വാഹനത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ സ്വരം എന്ന ലേബൽ കൊടുക്കാം. അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ ഫീലിംഗ് എന്ന പേര് നൽകാം. ഇനി ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ആയിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ബീയിങ് എന്ന പേര് പറയാം. അവയെ വെറുതെ നിരീക്ഷിക്കുക. അവയെ അവിടെ തന്നെ ആയിരിക്കാൻ അനുവദിക്കുക. അവയെ വിശദീകരിക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല. വെറുതെ പേരെടുത്ത് മാത്രം പറയുക. ഇതാണ് പ്രസൻസ്. ഇനി ശ്രദ്ധയെ തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരാം. മനസ്സിൽ പറയാം, ഈ ഒരു നിമിഷത്തിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ്. ഞാൻ മതിയായവനാണ്. ഐ ആം ഇനഫ്. ഓരോ ശ്വാസവും നിങ്ങളെ ഈ ഒരു നിമിഷത്തിലേക്ക് കൂടുതൽ ആഴപ്പെടുത്തട്ടെ. ഇന്നത്തെ ഇൻറ്റൻഷൻ: ഈ ഒരു നിമിഷത്തിലാണ് എൻ്റെ ശക്തി നിലകൊള്ളുന്നത്. ഈ ഒരു ചിന്ത ദിവസത്തിലുടനീളം കൊണ്ടു നടക്കുവാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ. വിചിന്തനം 1. എപ്പോഴാണ് ഈ ഒരു നിമിഷത്തിൽ നിലനിൽക്കുവാൻ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത്? എന്താണ് എന്നെ തിരികെ വരാൻ സഹായിക്കുന്നത്? 2. എനിക്ക് കൂടുതൽ ബാലൻസും ഊർജ്ജസ്വലതയും അനുഭവപ്പെടാൻ സഹായകമായ ദിവസവുമുള്ള ഏതു ചെറിയ നിമിഷങ്ങളെയാണ് ഞാൻ അവഗണിക്കാറുള്ളത്? ഈ ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അടുത്തൊരു വീഡിയോ കാണുന്നതിന്
മുൻപ്. നന്ദി.